ഹായ് ഹലോ നമസ്കാരം. നമുക്കിന്നിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയാകപ്പെട്ട ഒരു അസുഖം അഥവാ ഒരു രോഗാവസ്ഥയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാള ചലച്ചിത്ര നടൻ ശ്രീ ഫഹദ് ഫാസിലിന് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ADHD എന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞു. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം. അത് ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്. എന്നുവെച്ചാല് നമ്മുടെ നാഡീവ്യൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു ഒരു ചെറിയ പ്രശ്നം, അതിനെയാണ് ഈ ADHD എന്ന് പറയുന്നത്. അതൊരു അസുഖമല്ല, അത് വീണ്ടും വീണ്ടും പറയാം, അതൊരു അസുഖമല്ല, അതൊരു രോഗാവസ്ഥയുമല്ല, അതൊരു അവസ്ഥ മാത്രമാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കും ആ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരാണെന്ന് നമുക്ക് നോക്കാം, നമുക്ക് ചിന്തിക്കാം. കാരണം ഈ അത് പറയുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് ഈ 41 വയസ്സുകാരനായ ഫഹദ് ഫാസിലിന് ഇതുണ്ടായത് എന്ന് നമുക്ക് നോക്കാം. പലതരത്തിൽ നമുക്കിതിനെ കുറിച്ച് വ്യാഖ്യാനിക്കാം. അതായത് ഒന്ന്, എന്താണ്, പാരമ്പര്യമായിട്ട് വന്നതാവാം. 2, മാസം തികയാതെയുള്ള പ്രസവത്തിലുണ്ടാകാം. പിന്നീട് പിന്നെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ആദ്യ സമയത്ത് വേണ്ടത്ര വെയിറ്റ് ഇല്ലായിരുന്നത് കൊണ്ട് ഇതുണ്ടാകാം. മാത്രമല്ല, തലയ്ക്ക് നല്ലൊരു ഇടി കിട്ടുകയോ ക്ഷതമേൽക്കുകയോ ചെയ്യുന്നതിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് അറൌണ്ട് 70% ഓഫ് ആളുകൾക്ക് അത് കുട്ടികൾക്കായിരിക്കും ഈ ചാൻസ്, ഈ ഇത് വരാനുള്ള ചാൻസ് കൂടുതൽ. 30% മാത്രമേ അഡൽസിന് വരാനുള്ള ചാൻസ് ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ആരൊക്കെ പരിശോധിച്ച് കാണും? ആരൊക്കെ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടിട്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഈ രോഗമാണോ, എനിക്ക് ഈ അവസ്ഥയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും? ഞാൻ ഇതിന്റെ രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നും എനിക്കും ഇല്ലേ ADHD. ഓക്കെ, അതെന്തൊക്കെയാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ശ്രദ്ധക്കുറവ്, ശ്രദ്ധയില്ലായ്മ. നമ്മളെ കൂടെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആവും. ആ സമയത്ത് പിന്നീട് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ വീണ്ടും ഓർക്കണം. എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യം അറിയില്ല, ഒന്നുകൂടെ പറയാൻ പറയുന്നു. ശ്രദ്ധയില്ലായ്മ. പിന്നെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും, പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യപ്പെടും. പിന്നെ ഒരു ഏകാഗ്രത അല്ലാത്ത മനസ്സ്, ഫുൾ കലങ്ങി മറിഞ്ഞ മനസ്സ്. പിന്നെ ഉറക്കെ സംസാരിക്കുക. ഒരാൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അയാൾ നിർത്തുന്നതിന് മുന്നേ നമുക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന പരിപാടി. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കേട്ട് തീരുന്നതിന് മുന്നേ ആൻസർ പറയാനായിട്ട് ചാടുന്ന ഒരു പരിപാടി, ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി. പിന്നെ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഇതിന് വേറൊരു ലക്ഷണമാണ്. പിന്നെ പറയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ഈ ഒരു രോഗത്തിന്റെ, ഈ ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാകാം എന്തൊക്കെ തരത്തിൽ ആർക്കൊക്കെ ഇത് ഉണ്ടെന്ന്. വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യാം. നമുക്ക് തരുന്ന ടാസ്കുകളൊക്കെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന ടാസ്കുകൾ എല്ലാം കഴിയും, എല്ലാം വാങ്ങി വെക്കുന്നു, എല്ലാം വെക്കുന്നു. അതിനെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അതിനെ തരംതിരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ജോലി എടുക്കുന്നു, അവസാനം ഒന്നും തീരാതിരിക്കുന്നു. ഓക്കെ, അതായത് നമ്മളെ വേലക്കാരൻ കിട്ടുണ്ണി ഓരോ ജോലികൾ വാങ്ങിച്ചിരിക്കുന്നു. അവസാനം ചോദിക്കുന്ന സമയത്ത് പറയും ആദ്യത്തെ ജോലി ചെയ്യുമ്പോൾ രണ്ടാമത്തത് കിട്ടി, അപ്പോൾ മൂന്നാമത്തത് കിട്ടി, അങ്ങനെ പറയുന്നത് പോലെ ഈ ജോലിയെല്ലാം വാങ്ങി വെക്കുന്നു, പക്ഷെ തീർക്കാൻ കഴിയുന്നില്ല. ഓവർലോഡ് ആണെന്നുള്ള ഒരു ചിന്ത. പിന്നെ ഇതൊക്കെയാണ് കൃത്യമായി പറഞ്ഞ ഇതിന്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല, മറവി. മോഹൻലാലിന്റെ തന്മാത്ര ഇറങ്ങിയ സമയത്ത് എന്ത് മറവി വന്നാലും ആളുകൾ പറയും, ഓ എനിക്ക് അൽഷിമേഴ്സ് ആയിരിക്കും, മറവിയാണ്. ഇല്ല, ഇങ്ങനെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്, ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം. ചെറിയ മറവി വരുമ്പോഴും ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ കപ്പാസിറ്റിക്ക് കഴിയാത്ത കാര്യങ്ങൾ വരുന്നു, നമ്മൾ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് അസ്വസ്ഥരാകുന്നു, ഏകാന്തത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഇതിന്റെ ഈ പറഞ്ഞ ADHDയുടെ ഒരു ലക്ഷണമാണെന്ന് പറയാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു തെറാപ്പിയാണ്. അല്ലാതെ നമുക്കിപ്പോ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടെ കിടക്കണമെന്നില്ല. ഒരു തെറാപ്പിയാണ്. അതായത് മനസ്സ് ഏകാഗ്രമാക്കുന്ന രീതിയിലുള്ള തെറാപ്പി.
യോഗ ആയാലും മതി, മെഡിറ്റേഷൻ ആയാലും മതി, എന്തായിരുന്നാലും ഒരു തെറാപ്പിയിലൂടെ ഇതൊക്കെ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞു 70% കുട്ടികളിലാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. അപ്പൊ ആ 70% കുട്ടികളിൽ നമ്മൾ പാരന്റ്സ് തന്നെ പറയും, പിടിവാശിക്കാരനായ കുട്ടി, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി, അലറി വിളിച്ച് കരയുന്ന കുട്ടി, പെട്ടെന്ന് അട്ടഹസിക്കുന്ന കുട്ടി, മറ്റാളുകൾ പറയുന്നത് കേട്ടിട്ട് തീർക്കുന്നതിന് മുന്നേ സംസാരിക്കുന്ന കുട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിൽ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ചോദിക്കുമ്പോൾ ഓർമ്മയില്ല. ഇതൊക്കെ നമ്മുടെ കൃത്യമായി പറഞ്ഞ ചിലപ്പോൾ ഈ നാഡീവ്യൂഹത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോ ഇതാണ് ഞാനിവിടെ പറയുന്നത്. ഫഹദ് ഫാസിലിന് ഉള്ളത് ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. അതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, മിക്കവാറും ഉള്ളവർക്കും ഉള്ള ഒരു അസുഖമായിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ അധ്യായം ഇവിടെ കഴിയുന്നു. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും രസകരമായിട്ടുള്ള വീഡിയോസുമായി കാണാം. ബൈ.